ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം തരിക. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവര് ജെറുസലേം വിട്ട് എമ്മാവുസിലേക്ക് പോവുക. സംസാരം മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തുവും അവരുടെ കൂട്ടത്തിൽ ഒരു സഹയാത്രികനായിട്ട് ചേരുക. അവർ ചോദിക്കും, നിങ്ങൾ എന്തിനെ കുറിച്ച് തർക്കിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്നൊന്നും അറിയാത്തൊരു അപരിചിതനാണോ? അപ്പൊ ഈശോ ചോദിക്കുക, ഏത് കാര്യങ്ങള്, സംഭവങ്ങളെല്ലാം വിവരിക്കുക. അപ്പൊ ഈശോ അവരെ സ്നേഹപൂർവ്വം ശാസിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24-ാമത്തെ അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങൾ. ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഭോഷന്മാരെ എന്ന് വിളിക്കുക, ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് വിളിക്കുക. നിങ്ങൾ സഹിച്ച ക്രിസ്തുവിനെ, നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ വചനം മുഴുവൻ പറയുന്നുണ്ടല്ലോ, പ്രവാചകന്മാർ പറയുന്നുണ്ടല്ലോ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്, താഴ്ചകളും കയറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. തളർന്നിരിക്കുമ്പോൾ തീർന്നു എന്ന് കരുതരുത്. ഇവിടുന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു നമുക്കുണ്ട്. ഉദ്ധാനം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. നിരാശപ്പെടാതെ അവനിലേക്ക് തന്നെ നോക്കുമ്പോൾ ഇത് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തി നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹനങ്ങളിലും പ്രതിസന്ധികളിലെല്ലാം ഒരു ഉയർപ്പ് കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധി